വ്യോമയാന ചരിത്രത്തിൽ നാഴികക്കല്ലാവുന്ന രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയിരിക്കുന്നത്. രണ്ട് IIT-കളാണ് ഇതിന് പിന്നിൽ. ഒന്നെന്ന് പറയുന്നത് കോമ്പസിറ്റ് അലോയ് ആണ്. അത് ഏത് പ്രതിസന്ധികരമായിട്ടുള്ള താപനിലയിലും ഉരുകാത്ത രീതിയിലുള്ള അലോയ്കള് വിമാന നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. രണ്ടാമത്തത് കുത്തനെ ലാൻഡ് ഓഫ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്ന സംവിധാനം, ഹെലികോപ്റ്ററിനെ പോലെ സാധിക്കുന്ന സംവിധാനം സാധാരണ വിമാനങ്ങൾക്കും യാത്രാ വിമാനങ്ങൾക്കും വരുന്നു എന്നതാണ്. ഈ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ്, ഞാൻ തുടക്കം ചോദിച്ചതുപോലെ, വലിയൊരു നാഴികക്കല്ലായിട്ട് മാറി തീരാൻ വേണ്ടി പോകുന്നത്? ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും വിലയിരുത്തലുകളും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും വ്യോമയാന രംഗത്തെ ഒരു നാഴികക്കല്ലായേക്കാവുന്ന രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് ഇന്ത്യയിലെ രണ്ട് IIT-കൾ. അതായത് മദ്രാസ് IIT ആണ് ഈ വെർട്ടിക്കൽ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് അതിനുള്ള ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്, അതായത് വിമാനങ്ങൾക്ക്. ഇനിയും ജോധ്പൂർ IIT, ജോധ്പൂർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്, ആ ജോധ്പൂർ IIT-യുടെ കണ്ടുപിടുത്തമാണ് കോമ്പസിറ്റ് അലോയ്. അതായത് ഒരു 1000 ഡിഗ്രിയിലൊക്കെ ഒരു കേടുപാടും സംഭവിക്കാതെ, ഒട്ടും ബലക്ഷയം സംഭവിക്കാതെ ഇരിക്കുന്ന ഒരു സങ്കര ലോഹക്കൂട്ട്, അതായത് അലോയ്. അങ്ങനെ ഈ രണ്ട് കണ്ടുപിടുത്തങ്ങൾ ഇന്നലെയാണ് മാധ്യമങ്ങളിൽ വന്നത്, പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റൊന്നും കൂടി മദ്രാസ് IIT-യുടെ കണ്ടുപിടുത്തത്തിലുണ്ട്. അതായത് ഒരു പ്രൊപ്പൽഷൻ, റോക്കറ്റ് പ്രൊപ്പൽഷൻ, ഒരു പുതിയ അതീവ ശക്തി തരുന്ന, ത്രസ്റ്റ് തരുന്ന റോക്കറ്റ് പ്രൊപ്പൽഷനും. അങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യ വ്യോമയാന രംഗത്തേക്ക്, ഇന്ത്യക്ക് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ ലീപ്പ്, അതായത് ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് എത്തപ്പെടുന്ന ഒരു തരത്തിലൊക്കെ ഒരു കുതിച്ചുചാട്ടം. ആ കുതിച്ചുചാട്ടത്തിന് സഹായകരമാവുന്ന രണ്ട് മൂന്ന് സാങ്കേതിക വിദ്യകൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടല്ല വികസിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഇന്നലത്തെ ഒരു ദിവസമാണ് ഇതിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ എന്താണ് അതിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണത് ഇന്ത്യയുടെ ഒരു കുതിപ്പിന് സഹായകരമാവുക, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ടെക്നോളജിയെ കുറിച്ച് പറയാം. അത് ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ നമുക്കറിയാം, വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും നടത്തുന്ന ശേഷിയുള്ളവയാണ് ഹെലികോപ്റ്ററുകൾ. പിന്നെ ചിലതരം ഡ്രോൺ, ഈ ക്വാഡ്രാലറ്റ് എന്നോ അങ്ങനെയൊക്കെ പറയുന്ന ആ ഡ്രോണുകളുണ്ട്, ചെറിയ ഡ്രോണുകൾ. അതും ഇങ്ങനെ കുത്തനെ ഇറങ്ങുകയും മുകളിലോട്ട് കയറുകയും ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകളുമുണ്ട്. പക്ഷെ വലിയ വിമാനങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല, റൺവേ വേണം. വലിയ ഡ്രോണുകൾക്ക് ഒരിക്കലും കുത്തനെ ഉയരാനോ പറന്നിറങ്ങാനോ സാധിക്കത്തില്ല. ഇത് രണ്ടും നല്ല നീളമുള്ള റൺവേകൾ തന്നെ. പല ഫൈറ്റർ ജെറ്റുകൾക്കും നല്ല റൺവേകൾ ഇല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഒരു വിമാനത്താവളം നമ്മൾ തകർത്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ രാജ്യത്തിന്റെ വിമാനം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതെ പിന്നെ അത് എവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യും, എങ്ങനെ ലാൻഡ് ചെയ്യും? അപ്പോൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളത് പാകിസ്ഥാന് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. റാവൽപിണ്ടിയിലും അതുപോലെ ജലാലാബാദിലും ഒക്കെയുള്ള പാകിസ്ഥാന്റെ എയർ സ്ട്രിപ്പുകളും അതുപോലെ എയർപോർട്ടുകളിലും ഒക്കെ തന്നെ റൺവേകൾ പൂർണ്ണമായിട്ട് നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർത്തു. പിന്നെ പാകിസ്ഥാൻ വിമാനങ്ങളൊന്നും, അതായത് മെയ് 9 തൊട്ട് പിന്നെ യുദ്ധം തീരുന്നത് വരെ പാകിസ്ഥാന്റെ വിമാനങ്ങളൊന്നും പറന്നു പോകിയില്ല. പല വിമാനങ്ങളും നമ്മൾ തകർത്തു. റൺവേ തകർത്ത കാരണം ഉള്ള അവശേഷിക്കുന്ന വിമാനങ്ങൾക്കും പറന്നു പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ ഒരു ടെക്നോളജി ഇന്ത്യക്ക് കൈവശം വരുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അതായത് ഈ ഒരു റൺവേ ഇല്ലാതെ തന്നെ ഏത് ചെറിയ മലയിടുക്കിൽ നിന്നും ഒരു വിമാനത്തിന് പറന്നു വരാം, ഏത് ചെറിയ സ്ഥലത്തും വിമാനത്തിൽ ലാൻഡ് ചെയ്യുക. അതായത് ഒരു വിമാനം യാത്രാ വിമാനമാകട്ടെ, ഇപ്പം എയർപോർട്ടുകളുടെ പോലും വലിയ പ്രസക്തി പിന്നെ നഷ്ടപ്പെടും. കാരണം ഒരു അത്യാവശ്യം അപകടമൊന്നും ഉണ്ടാകാത്ത ഒരു സ്ഥലം ഒന്ന് റെഡിയാക്കിയാൽ മതി, അവിടെ കുത്തനെ വന്ന് ഉയരാനും പറന്നു പൊങ്ങാനും. അതായത് ഇപ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ ഹെലികോപ്റ്ററുകൾ പലതും സ്കൂൾ ഗ്രൗണ്ടുകളിലാണ് വന്നിറങ്ങുന്നതും. അതുപോലൊരു ഗ്രൗണ്ട് മാത്രം മതിയാവും പിന്നെ വിമാനത്തിന് വന്നിറങ്ങാൻ. അപ്പോൾ അതൊരു വലിയ നാഴികക്കല്ലായേക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഇത് അവിടെ മാത്രമല്ല, പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, അതായത് ഈ സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഇപ്പം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നമുക്ക് പറന്നിറങ്ങാൻ അതൊക്കെ ഇന്ത്യയുടെ
മൂൺ ലാൻഡറിന് ഇറങ്ങാനുള്ള സംവിധാനം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോഴുണ്ട് അതിൻ്റെ ടെക്നോളജി, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ മൂൺ ലാൻഡറും ഒക്കെ ലാൻഡറുകൾ കൃത്യമായിട്ട് പിന്നെ ചന്ദ്രോപരിതലത്തിലും ഒക്കെ ചൊവ്വായിലും ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നത്. പക്ഷേ കുറച്ചുകൂടെ പെർഫെക്ഷനിൽ ഇറങ്ങാൻ ഇപ്പോഴത്തെ പുതിയ ഈ മദ്രാസ് IIT ടെക്നോളജി മൂലം സാധിക്കും. അതായത് ഹൈബ്രിഡ് റോക്കറ്റ് ത്രസ്റ്റർ പവേർഡ് പ്ലാറ്റ്ഫോം, അതാണ് വിമാനത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. റോക്കറ്റ് ത്രസ്റ്റർ അത് ഹൈബ്രിഡ് ഫ്യൂവലാണ്. ഹൈബ്രിഡ് ഫ്യൂവൽ കൊണ്ടുള്ള റോക്കറ്റ് ത്രസ്റ്ററുകൾ അത് ഊർജം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹൈബ്രിഡ് റോക്കറ്റ് ഫ്യൂവലും അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ നമ്മളിപ്പം ഈ ക്രയോജനിക് എഞ്ചിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓക്സിജൻ ഈ ലിക്വിഡ് ആക്കണം. ആ ലിക്വിഡ് ആക്കണമെങ്കിൽ ഈ ക്രയോജനിക് എന്ന് പറയുന്ന വളരെ താഴ്ന്ന ഒരു താപനില നമ്മൾ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ, ടെമ്പറേച്ചർ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്യണ്ട. ഈ ത്രസ്റ്ററിൽ ഉപയോഗിക്കുന്ന ഈ ഹൈബ്രിഡ് ഫ്യൂവൽ എന്ന് പറയുന്നതിലെ ഓക്സിഡൈസർ അന്തരീക്ഷത്തിലെ സാധാരണ വായു വലിച്ചെടുത്ത് അത് കംപ്രസ് ചെയ്ത് അത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള ഓക്സിജൻ ഈ എഞ്ചിൻ കണ്ടെത്തിക്കുള്ളൂ. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് പല മേഖലയിലും, അതായത് വിമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെങ്കിലും അത് ബഹിരാകാശ യാനങ്ങൾ വരെ പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. ഇതുവരെ നമ്മൾ കെമിക്കൽ ഫ്യൂവലുണ്ട്, ക്രയോജനിക് പിന്നെ ലിക്വിഡ് ആയിട്ടാണ് ഓക്സിഡൈസർ, അതൊന്നുമില്ല. പകരം ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഹൈബ്രിഡ് റോക്കറ്റ് ത്രസ്റ്റർ പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് അതിലെ ഓക്സിഡൈസർ അന്തരീക്ഷത്തിലെ വായു തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് വിപ്ലവകരം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ചെറിയ ഒരു വാക്കായി പോകും. ഇന്ത്യക്ക് ഈ ടെക്നോളജി ഉണ്ടെങ്കിൽ, അതായത് പിന്നെ ഇങ്ങനത്തെ ഒരു ടെക്നോളജി നമുക്ക് കൈവശം വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ കാതങ്ങൾ മുന്നിലാണ്. ഈ വള്ളംകളിയൊക്കെ പറയും വള്ളപ്പാടിന് മുന്നിലാണെന്ന്, പിന്നെ ബാക്കി ആർക്കും കൂടെത്താനൊന്നും പറ്റാത്ത ഒരു സ്ഥിതിയാവും. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ജോധ്പൂർ IIT വികസിപ്പിച്ചെടുത്ത അൾട്രാ ലൈറ്റ് ആൻഡ് അൾട്രാ സ്ട്രോങ് അലോയ്. തൽക്കാലം അതിന് TRCA എന്ന് എന്തോ ആണ് പേരിട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു പേരിട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നതും അതുപോലെ വിമാനത്തിൻ്റെ ജെറ്റ് എഞ്ചിൻ, ടർബോ ജെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടർബോ ഫാൻ എഞ്ചിനുകളൊക്കെ നിർമ്മിക്കുന്നത് അത് പ്രത്യേക ലോഹക്കൂട്ടുകൾ ഉപയോഗിച്ചാണ്. ഇതിൻ്റെ ലോഹക്കൂട്ട് ഒരിക്കലും വേറൊരു രാജ്യം നമുക്ക് തരത്തില്ല. അങ്ങനെ ആ ലോഹക്കൂട്ടിൻ്റെ ടെക്നോളജി സ്വയം വികസിപ്പിച്ചെടുക്കണം. കാരണം ഈ ലോഹക്കൂട്ട് ഈ വിമാനത്തിൻ്റെ ടർബോ ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ചൂട് ജനറേറ്റ് ചെയ്യും. ആ ചൂടിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന ലോഹമായി ആ ചൂടിൽ ഉരുകിപ്പോകാൻ പാടില്ല. അപ്പോൾ അത്ര വലിയ താപനിലയിലും ഒട്ടും ശക്തി നഷ്ടപ്പെടാതെ ഒട്ടും വളഞ്ഞു പോകാതെയൊക്കെ പ്രവർത്തിക്കുന്ന അത്തരം ലോഹക്കൂട്ടുകൾ, ഭാരം കുറവും അതേസമയം ശക്തി കൂടുതലും, അത്തരം ലോഹക്കൂട്ടാണ് വിമാന നിർമ്മാണത്തെ ആവശ്യം. കാരണം വിമാനത്തിൻ്റെ ഭാരം കഴിയുന്നത്ര കുറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എഞ്ചിൻ്റെ ഭാരം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ തേജസിന് ഉപയോഗിക്കുന്ന F404 എഞ്ചിനൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏതാണ്ട് 1040 കിലോ എങ്ങാണ്ടാണ് അതിൻ്റെ ഭാരം. അതായത് 1 ടണ്ണോളം ഭാരം ഈ എഞ്ചിന് തന്നെ ഉണ്ട്. ആ എഞ്ചിൻ്റെ ഭാരം ഒരു 500 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്ന ആലോചിക്കുക. അതായത് വിമാനത്തിൻ്റെയും ഈ എഞ്ചിൻ്റെയും ലോഹങ്ങളുടെ ശക്തി ഒട്ടും കുറയാതെ, എന്നാൽ ഭാരം കുറവുള്ള ഒരു കോമ്പോസിറ്റ് മെറ്റീരിയല് നമുക്കത് നിർമ്മിക്കാൻ ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ വിമാനത്തിന് കൂടുതൽ ത്രസ്റ്റ്, കൂടുതൽ ശക്തിയും അതുപോലെ തന്നെ കുറഞ്ഞ ഇന്ധന ചെലവും എന്നുള്ള ഒരു അസൂയാവഹമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതെത്തും. അപ്പോൾ ഇത് സാധിക്കാൻ ഈ പറയുന്ന ലോഹത്തിന് കഴിയും എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 ടെക്നോളജികളിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് IIT-കളിൽ ആ ടെക്നോളജി പരീക്ഷിച്ച് വിജയിച്ചു. ഇനി ഇത് കമേഴ്സ്യൽ ആയിട്ട് പിന്നെ യൂസ് ചെയ്യുക, അതായത് യഥാർത്ഥത്തിൽ വിമാനങ്ങളിലേക്ക് ഘടിപ്പിക്കുക, അതല്ലെങ്കിൽ അവിടെ എങ്ങനെ ഇത് പ്രായോഗിക തലത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് കൊല്ലങ്ങൾ അത് പെർഫെക്റ്റ് ചെയ്യാൻ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും ഇതൊരു വലിയ കാൽവെപ്പാണ്. ഈ ഒരു കാൽവെപ്പ്
ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ വ്യോമയാന മേഖലയിൽ സ്വന്തം ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ, അതായത് ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികളിലൂടെ നമ്മളുടെ ആവശ്യമുള്ള യുദ്ധവിമാനങ്ങളാകട്ടെ, യാത്രാ വിമാനങ്ങളാകട്ടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ, അതുപോലെ സ്വന്തമായിട്ടൊരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ, ഇതൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയുടെ സ്വന്തം കാവേരി എഞ്ചിൻ നിർമ്മിക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ IIT ജോധ്പൂർ കണ്ടുപിടിച്ച തരത്തിലുള്ള ഒരു ലോഹക്കൂട്ടിന്റെ അഭാവം വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിമിതികളെ മറികടക്കാൻ നമുക്ക് സഹായിക്കുകയും നമ്മുടെ യുദ്ധവിമാനങ്ങൾ 5ാം തലമുറയോ 6ാം തലമുറയോ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ഭാവിയുടെ തലത്തിലുള്ള യുദ്ധവിമാനങ്ങളും അതുപോലെ ജെറ്റ് എഞ്ചിനുകളും ഒക്കെ സൃഷ്ടിക്കാൻ പറ്റുന്ന ടെക്നോളജിയുടെ അതിലേക്കുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ ഈ 2 IIT നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അപ്പോൾ അതുവരെ നമസ്കാരം എല്ലാവർക്കും.